ഹായ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നും തുടർച്ചയായിട്ട് അടുത്ത ക്ലാസ് നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് അതേയായിരുന്നു കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് പറഞ്ഞത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ when we are rotating, when we are placing in a യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ബിഹേവിയർ ഓഫ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? വൺ ബൈ വൺ ആയിട്ട് നമ്മളിങ്ങനെ പറയുന്നു. തുടർന്ന് ഇൻസുലേറ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും പറയുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് അഥവാ ഡയലക്ട്രിക്സിനെ കുറിച്ച്. അതാണ് ഇന്ന് കാര്യമായിട്ട് ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്കറിയാം രണ്ട് തരത്തിലുള്ള പദാർത്ഥങ്ങളാണുള്ളത് അല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോപ്പർട്ടി ഒരു ഇലക്ട്രിക് പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രധാനമായിട്ട് രണ്ട് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്നാണ് കണ്ടക്ടേഴ്സ്. പിന്നെ ഒന്ന് ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്താ? കറണ്ട് കടത്തിവിടും. അഥവാ കണ്ടക്ടേഴ്സിനകത്ത് മൂവബിളായിട്ടുള്ള ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. have large number of free electrons. അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കളിലൂടെ ഫ്രീ ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ സാധ്യമാകുന്നു. അപ്പോഴാണ് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇറ്റ് ക്യാൻ കണ്ടക്ട്, നമ്മളങ്ങനെ പറയാം, ഇറ്റ് ക്യാൻ കണ്ടക്ട് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നു. കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നു വെച്ചാൽ കറണ്ട് എപ്പോഴാണ് ഉണ്ടാവുക? കറണ്ട് ഈസ് ഓൺലി വെൻ എ ചാർജ് ഈസ് മൂവിങ് ത്രൂ ദാറ്റ് സബ്സ്റ്റൻസ്. അങ്ങനെ ചാർജസ് ഈ കണ്ടക്ടേഴ്സിലൂടെ മൂവ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് കണ്ടക്ടേഴ്സ്. ഇതിന് നേരെ വിപരീതമായിട്ട് എന്താണ്? ഇൻസുലേറ്റേഴ്സിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നതില്ല. So insulators have no free electrons. അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കളിലൂടെ ഫ്രീ ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന് മൂവബിൾ കാരിയേഴ്സിന് ഒരിക്കലും ചലിക്കാനാവുന്നില്ല. സോ ഇറ്റ് cannot കണ്ടക്ട്. എന്തിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല? കറണ്ട്. cannot കണ്ടക്ട് എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഇതിനകത്ത് ചാർജ് മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മൂവബിൾ ചാർജസ് ഉണ്ട്, അഥവാ മൊബൈൽ കാരിയേഴ്സ് ഉണ്ട്, മൊബൈൽ ചാർജ് കാരിയേഴ്സ് ഉണ്ട്. ഇലക്ട്രോലൈറ്റിനകത്തൊക്കെ ഫ്രീ ഇലക്ട്രോൺസും അയോൺസുമാണ് മൊബൈൽ ചാർജ് കാരിയേഴ്സ്. പക്ഷേ ഇത്തരം ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരിക്കലും ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. കണ്ടക്ടേഴ്സിനകത്ത് ധാരാളം നമുക്ക് എക്സാമ്പിൾസ് പറയാം. കോപ്പർ, സിൽവർ, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. മെറ്റൽസ് എല്ലാം കണ്ടക്ടേഴ്സ് തന്നെയാണ്. ഇൻസുലേറ്റേഴ്സിനകത്ത് നമുക്ക് എക്സാമ്പിൾസ് ധാരാളം പറയാം. നമ്മുടെ ഡ്രൈ എയർ ഇൻസുലേറ്ററാണ്. ഡ്രൈ എയർ, ഡ്രൈ വുഡ്, പിന്നെ റബ്ബർ, ഗ്ലാസ്, പ്ലാസ്റ്റിക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മൾ അടുത്ത സെക്ഷനിൽ പറയാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ബിഹേവിയർ ഓഫ് കണ്ടക്ടേഴ്സ്. അതിനുശേഷം ഇൻസുലേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുക. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ശരി. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ബിഹേവിയർ ഓഫ് കണ്ടക്ടേഴ്സ് in the electrostatic field.
ഇത് ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. ഇനി ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ 1 by 1 ആയിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് കണ്ടക്ടേഴ്സിൻ്റെ ബിഹേവിയറെ കുറിച്ചാണ്. ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനകത്ത് ഞാൻ ഫസ്റ്റ് പോയിന്റ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് inside a conductor is always 0. ഒരു കണ്ടക്ടറിൻ്റെ അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും 0 ആയിരിക്കും. നമുക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഇലക്ട്രിക് ഫീൽഡുള്ളൊരു സ്ഥലത്ത് നമ്മളൊരു കണ്ടക്ടർ പ്ലേസ് ചെയ്യുന്നു. കണ്ടക്ടർ നമ്മളിവിടെ പ്ലേസ് ചെയ്യുകയാണ്. സോ ഹിയർ ഈസ് ദ കണ്ടക്ടർ. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിലാണ് ഈ കണ്ടക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കണ്ടക്ടറിനുള്ളിലൂടെ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്നത് കാരണം അതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായതുകൊണ്ട് തന്നെ ഈ സൈഡിൽ പോസിറ്റീവ് ആയിരിക്കും എന്ന് നമുക്കറിയാം. കാരണം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും പോസിറ്റീവ് എൻഡിൽ നിന്ന് നെഗറ്റീവ് എൻഡിലേക്കാണ്. ഓക്കെ, ഇനി ഇതൊരു കണ്ടക്ടറാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈസ് എ കണ്ടക്ടർ. ഇതൊരു കണ്ടക്ടറാണ്. കണ്ടക്ടർ ആകുമ്പോഴെന്താ ഉണ്ടാവുക? ഇതിനകത്ത് ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ചാർജ് കാരിയേഴ്സ് ഉണ്ട്. മൂവബിൾ ആയിട്ടുള്ള ധാരാളം ചാർജ് കാരിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കണ്ടക്ടേഴ്സിനകത്തുള്ള നെഗറ്റീവ് ചാർജസ് ഈ സൈഡിലേക്ക് പോകും. കാരണം ഇവിടെ പോസിറ്റീവ് എൻഡ് ആയതുകൊണ്ട് ഇതിനകത്തുള്ള നെഗറ്റീവ് ചാർജസ് എല്ലാം ഈ എൻഡിലേക്ക് പോകും. അതേസമയം ഇവിടെ നെഗറ്റീവ് എൻഡ് ആയതുകൊണ്ട് ഈ കണ്ടക്ടറിനകത്തുള്ള പോസിറ്റീവ് ചാർജസ് എല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോഴെന്താ സംഭവിക്കുക? അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഈ കണ്ടക്ടറിനകത്ത് മറ്റൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നു. അത് നേരെ വിപരീത ദിശയിലായിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ E0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ആ കണ്ടക്ടറിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇയിൽ നിന്നും E0 എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ചെയ്ത് കളയണം. സോ ദാറ്റ് വിൽ ബി 0. അത് രണ്ടും തുല്യമായിരിക്കും. അപ്പോൾ അതിനകത്ത് ഈ കണ്ടക്ടറിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഓൾവേസ് 0. ഈ നെറ്റ് ഞാൻ കൊടുക്കുകയാണ്, അതെപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഈ കണ്ടക്ടറിനകത്ത് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് ഓൾവേസ് 0. അടുത്ത ഇലക്ട്രോസ്റ്റാറ്റിക് ബിഹേവിയറിലേക്ക് പോവാം. ഒരു കണ്ടക്ടറിൻ്റെത് സെക്കൻഡ് വൺ. അത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഇലക്ട്രിക് ഫീൽഡ് ജസ്റ്റ് ഔട്ട്സൈഡ് എ ചാർജ്ഡ് കണ്ടക്ടർ is always perpendicular to its surface. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്? The electric field intensity or electric field just outside a charged conductor is always perpendicular to its surface. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ് എക്സ്പ്ലനേഷൻ നമുക്ക് പറയാവുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫിഗർ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇതൊരു ചാർജ്ഡ് കണ്ടക്ടറാണ്. അപ്പോൾ ഈ ചാർജ്ഡ് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് ആയിരിക്കാം, നെഗറ്റീവ് ചാർജ് ആയിരിക്കാം. നമുക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടറാണ് സർഫസ്. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് ചാർജസ് ഇങ്ങനെ പോകുന്നുണ്ട്. പോസിറ്റീവ് ചാർജസ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ്ഡ് കണ്ടക്ടറിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഈ സർഫസിൽ നോർമൽ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പം നോർമൽ അല്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ചെരിഞ്ഞാണ് ഉണ്ടാകുന്നത്.
പോസിറ്റീവ്ലി ചാർജഡ് ആയതുകൊണ്ട് പുറത്തേക്കായിരിക്കുമല്ലോ. അത് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ആയിരുന്നു വിചാരിക്കും. എന്ന് വെച്ചാൽ സർഫസിന് പെർപെൻഡിക്കുലർ അല്ലാതെ, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഈ ദിശയിലല്ലാതെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ എന്താണ് പ്രോബ്ലം? ഇങ്ങനെ ആവില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ആയുള്ള പ്രശ്നം നമുക്ക് പറയാം. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എക്സാക്ട്ലി നോർമൽ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ റിസോൾവ് ചെയ്യാം. ഒരു കോമ്പണൻറ്റ് ഇങ്ങനെ പോകുന്നു, ഇതൊരു കോമ്പണൻറ്റ്, അതായത് സർഫസിന്, കണ്ടക്ടറിൻ്റെ സർഫസിന് പാരലൽ ആയിട്ടുള്ളൊരു കോമ്പണൻറ്റ്, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു കോമ്പണൻറ്റ്. ഈ ആംഗിള് തീറ്റയാണെന്ന് വിചാരിക്കുക. സർഫസിനും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഡയറക്ഷനിടയിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ കോസ് തീറ്റ എന്ന് പറയുന്നൊരു കോമ്പണൻറ്റ് കിട്ടും, ഇത് ഈ സൈൻ തീറ്റ എന്ന് പറയുന്നൊരു കോമ്പണൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ ഇവിടെ നമ്മളിനിപ്പോൾ ഒരു, അപ്പോൾ ഈ കോസ് തീറ്റ, അപ്പോൾ ഇനി ഈ എന്നുള്ളതിന് പകരം ഈ കോസ് തീറ്റ, ഈ സൈൻ തീറ്റ എന്നുള്ള കോമ്പണൻസ് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക, ക്യൂ എന്ന് പറയുന്നൊരു ചാർജ് ഉണ്ടെങ്കിൽ ഈ ചാർജിന്മേൽ ഈ കോസ് തീറ്റ എന്ന് പറയുന്ന ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം അങ്ങോട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ വാട്ട് ഈസ് എ ഫോഴ്സ്? എഫ് ഈക്വൽ ടു, അതായത് ഈ ചാർജിന്മേലുള്ള ഫോഴ്സ് ആണ് കേട്ടോ, ഈ ചാർജിലുള്ള ഫോഴ്സ് ഇങ്ങോട്ട് എന്ന് വെച്ചാൽ ഈ കോസ് തീറ്റ ഇൻറ്റു ക്യൂ. ഈ ക്യൂ എന്നാണ് ഇവിടെ, ഈ കോസ് തീറ്റയാണ് ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് അപ്പോൾ ഈ ഒരു ഫോഴ്സ് ഈ ചാർജിന്മേൽ ആക്ട് ചെയ്യുന്നുവെങ്കിൽ ഈ ചാർജ് എന്ത് ചെയ്യും? അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കിട്ടും. ഇതിപ്പോൾ സർഫസിലിരിക്കുന്ന ഒരു ചാർജിൻ്റെ കാര്യമാണ്. ഇതേപോലെ സർഫസിലിരിക്കുന്ന ഓരോ ചാർജിന്മേലും ഇതേപോലെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഈ ചാർജ് ഇവിടുന്ന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നു, അഥവാ ഒരു സർഫസ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരും. ഇങ്ങനെ സംഭവിക്കുന്നേ ഇല്ല. ഒരു ചാർജ് കണ്ടക്ടറിനെ സംബന്ധിച്ച് സർഫസിലിരിക്കുന്ന ചാർജ് അവിടെ ഫിക്സഡ് ആയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇങ്ങനൊരു ഫോഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇങ്ങനെ ഫോഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കോസ് തീറ്റ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഈ എന്ന് പറയുന്ന ഈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല എന്നർത്ഥം. ഈ ഒരു ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായാലല്ലേ ഈ കോസ് തീറ്റ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കോസ് തീറ്റ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയുടെ വാല്യൂ 0 വരണം. കോസ് തീറ്റയുടെ വാല്യൂ 0 വരണമെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കണം. തീറ്റ 90 ഡിഗ്രി ആവണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ആംഗിൾ ഇതല്ല 90. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയുള്ളതിന് പകരം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ? സർഫസിന് നോർമലായിട്ട് മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവൂ. അപ്പോൾ നേരത്തെ നമ്മൾ വരച്ച ആ ഡയഗ്രാം തെറ്റാണ് എന്ന് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് ഉണ്ടാവുക? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് നോർമൽ. ഇതാണ് കറക്റ്റ്. അപ്പോൾ ഇവിടെ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് 0 എന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. എല്ലാ ഇലക്ട്രിക് ഫീൽഡും സർഫസിന് നോർമലായിട്ട് മാത്രമായിരിക്കും. സോ ദാറ്റ്സ് അബൌട്ട് the second point. The electric field just outside a charged conductor is always perpendicular to its surface. ഇതിപ്പോൾ നെഗറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് എന്നുള്ളതിന് പകരം ഇലക്ട്രിക് ഫീൽഡ് നേരെ നോർമലായിട്ട് ഉള്ളിലേക്ക് അതായിരിക്കും വരും ഡയറക്ഷൻ. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയാണ് ഈ പോയിന്റ്. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോവാം. ദ തേർഡ് പോയിന്റ്, the net charge inside a conductor is always 0. Always. ഒരു കണ്ടക്ടറിൻ്റെ ചാർജിലാവാം അല്ലാതെ ആവാം, നെറ്റ് ചാർജ്, ഉള്ളിലുള്ള നെറ്റ് ചാർജ് എപ്പോഴും 0 ആയിരിക്കും. നമുക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഇതൊരു ചാർജ് കണ്ടക്ടർ ആണെന്ന് വിചാരിക്കാം. ചാർജസ് എപ്പോഴും സർഫസിലേ ഉണ്ടാവുള്ളൂ. എക്സസ് ചാർജസ് എപ്പോഴും സർഫസിലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ചാർജ്, ഒരു കണ്ടക്ടറാണ്, ഇതിനകത്തുള്ള നെറ്റ് ചാർജ് 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഗോഷ്യൻ സർഫസ് എടുത്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ ഗോഷ്യൻ സർഫസിലൂടെയുള്ള ഫ്ലക്സ് കാണുന്നു.
ഇതൊരു ഗോഷ്യൻ സർഫസ് ആണ്, അതിലൂടെയുള്ള ഫ്ലക്സ് കാണും. ഫൈ ഇസ് ഈക്വൽ ടു ഒരു ചെറിയ അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് കാണാം. ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ഈ സർഫസിനകത്തുള്ള നെറ്റ് ചാർജ് ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് പറയുന്ന ഗോസസ് തിയറം പ്രകാരം കാണും. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് ഓൾവേസ് 0 എന്ന് വെച്ചാൽ ഇ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് 0 ആണ് എന്ന് വെച്ചാൽ ക്യൂ ബൈ എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു, ഇവിടെ ഇത് 0 ആണ്. എപ്സിലോൺ 0 ഒരിക്കലും 0 ആവില്ല. സോ ദ നെറ്റ് ചാർജ് ക്യൂ ഈസ് 0. 0 ഇൻറ്റു എപ്സിലോൺ 0 എന്ന് വരും, 0. അപ്പോൾ അതാ പറഞ്ഞത്, ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ കണ്ടക്ടറിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയറിലുള്ള നെറ്റ് ചാർജാണ്. സോ ദാറ്റ് നെറ്റ് ചാർജ് ഈസ് ഓൾവേസ് 0. സോ നമ്മുടെ തേർഡ് പോയിന്റ് ക്ലിയർ ചെയ്തു. ദ നെറ്റ് ചാർജ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് ഓൾവേസ് 0. ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. നാലാമത്തെ പോയിന്റ്, ദ ചാർജ് resides on the surface of a conductor. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പോയിന്റ് പറയാം, ദ ചാർജ് റിസൈഡ്സ് ഓൺ ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന്മേലുണ്ടാകുന്ന ചാർജ് എപ്പോഴും അതിൻ്റെ സർഫസിൽ മാത്രമായിരിക്കും. നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് വെച്ചാൽ ചാർജ് ഒരിക്കലും ആ കണ്ടക്ടറിൻ്റെ ചാർജ് കണ്ടക്ടർ ആണെങ്കിൽ പോലും ആ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഒരിക്കലും നെറ്റ് ചാർജ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. എക്സസ് ചാർജ് എപ്പോഴും സർഫസിലായിരിക്കും. അതിൻ്റെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് നമുക്കൊരു ഫിഗർ വരയ്ക്കാം. ഇതൊരു ഇതാണ് ഒരു എന്താ പറയുക, മുകളിലൊരു പോയിൻ്റ്, അവിടെ നിന്ന് നമ്മളൊരു ത്രെഡ്, ഇതൊരു ഇൻസുലേറ്റിംഗ് ത്രെഡാണ് കേട്ടോ. ഈ ഇൻസുലേറ്റിംഗ് ത്രെഡ് വഴി നമ്മളൊരു ചാർജ്ഡ് കണ്ടക്ടറിനെ സസ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഞാനിങ്ങനെ ബ്ലൂ കളർ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതൊരു ചാർജ്ഡ് കണ്ടക്ടർ എന്ന് വെച്ചാൽ നമ്മളതിനൊരു എക്സസ് ചാർജ് കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇതൊരു ചാർജ്ഡ് കണ്ടക്ടറാണ്. ഈ ചാർജ് ഒരിക്കലും ഈ നൂലിലൂടെ കടന്നു പോവില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇൻസുലേറ്റിംഗ് ആണ്. ഇത് ഇൻസുലേറ്റിംഗ് ആണ്, ഇൻസുലേറ്റർ. എന്നാൽ ഇതൊരു ചാർജ്ഡ് കണ്ടക്ടറാണ്. പോസിറ്റീവ്ലി ചാർജ് കണ്ടക്ടറാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനകത്തൊരു എക്സസ് ചാർജ് ഉണ്ട്. ഇനി പറയുന്നത് ഇതിനകത്തുള്ള എക്സസ് ചാർജ് എന്ന് പറയുന്നത് സർഫസിൽ മാത്രമായിരിക്കും. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരിക്കലും എക്സസ് ചാർജ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ഇതൊരു കണ്ടക്ടറായ സ്ഥിതിക്ക് നമ്മളിതിൻ്റെ ഈ സർഫസിനോട് ചേർന്നൊരു ഗോഷ്യൻ സർഫസ് എടുക്കും. അപ്പോൾ ഞാൻ റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്യുന്നൊരു ഗോഷ്യൻ സർഫസ് ആണ് കേട്ടോ. ഇതൊരു ഗോഷ്യൻ സർഫസ് ആണ്. ഈ ഗോഷ്യൻ സർഫസിന് അകത്തുള്ള ഫ്ലക്സ് എന്തായിരിക്കും? ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് അഥവാ ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം അകത്തൊരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഏതൊരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെയും ഒരു നോർമൽ കണ്ടക്ടറിൻ്റെയും അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഇതിനകത്ത് ഫ്ലക്സ് ഇല്ല. ഫ്ലക്സ് ഇല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്ന് പറഞ്ഞാൽ നെറ്റ് ചാർജ് ഇല്ല. എന്നാൽ ഇതൊരു ചാർജ് കണ്ടക്ടർ ആണ് താനും. അപ്പോൾ എവിടെ പോയി നെറ്റ് ചാർജ്? അപ്പോൾ ആ നെറ്റ് ചാർജ് എപ്പോഴും ഈ ഗോഷ്യൻ സർഫസിന് പുറത്ത്, എന്ന് വെച്ചാൽ ഈ നെറ്റ് ചാർജ് എപ്പോഴും ഉണ്ടാവുന്നത് ഈ സർഫസിലായിരിക്കും, ഓൺ ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. ഞാൻ ഈ കണ്ടക്ടറിന് കൊടുത്തിരിക്കുന്നത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ കണ്ടക്ടറിൻ്റെ എല്ലാ ചാർജസും കിടക്കുന്ന എക്സസ് ചാർജ് എല്ലാം വരുന്ന സർഫസിന് പുറത്താണ്. നെഗറ്റീവ്ലി ചാർജ് കണ്ടക്ടർ ആയിരുന്നുവെങ്കിൽ ഈ സർഫസിലായിരിക്കും എല്ലാ നെഗറ്റീവ് ചാർജ്, എക്സസ് ചാർജസ് എല്ലാം നെഗറ്റീവ് പിന്നെ സർഫസിലായിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ നെറ്റ് ചാർജ് അല്ലെങ്കിൽ എക്സസ് ചാർജ് എപ്പോഴും കിടക്കുന്നത് ആ സർഫസ്, അതിന് ആ കണ്ടക്ടറിൻ്റെ സർഫസിൽ മാത്രമായിരിക്കും. So that is the net charge resides on the surface of a conductor. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. അഞ്ചാമത്തെ പോയിന്റിലേക്കാണ്. ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ remains a constant inside a conductor, inside a charged conductor or conductor.
എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം, അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പറയുന്നത് ശ്രദ്ധിക്കുക. ഇതൊരു ചാർജ്ഡ് കണ്ടക്ടറാണെന്ന് വിചാരിക്കാം. ഒരു സ്ഫെറിക്കൽ ചാർജ്ഡ് കണ്ടക്ടറാണ്. സ്ഫെറിക്കൽ ചാർജ്ഡ് കണ്ടക്ടറാണ്. ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. നമുക്കറിയാം ഒരു റിലേഷൻ, ഇലക്ട്രിക് ഫീൽഡ് E is equal to minus dV by dr. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റുമായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ റിലേഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ എന്തായി? dV by dr എന്ന് പറയുന്നത് 0 വരുന്നു. ഈ 0 ആണ്. ഡെറിവേറ്റീവ് 0 ആണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? V is a constant. V എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് 6th പോയിൻ്റായിട്ട് വേണമെങ്കിൽ പറയാം. അതായത് ദ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആർ ഡിഫറെൻറ്റ് at different points. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു കണ്ടക്ടർ തന്നെ എടുക്കുകയാണ്. ഈ കണ്ടക്ടറിൻ്റെ ഷേപ്പ് ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പാണ് എടുക്കുന്നത്, ഒരു കോൺ ഷേപ്പ്. ഇവിടെ വളരെ ഷാർപ്പാണ്, എന്നാൽ അതേസമയം ഇവിടെ സർഫസിൻ്റെ ഏരിയ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതിനൊരു ചാർജ് കൊടുത്തിരിക്കുകയെന്ന് വിചാരിക്കുക, എക്സസ് ചാർജ് കൊടുത്തിരിക്കുക. അപ്പോൾ എക്സസ് ചാർജ് എപ്പോഴും വരുന്നത് ഈ സർഫസിലായിരിക്കും. നമ്മുടെ എന്താ പറയുക, കണ്ടക്ടറിൻ്റെ സർഫസിൽ മാത്രമായിരിക്കും എക്സസ് ചാർജ് ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി നമ്മൾ കാണുന്നു. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Q/A അഥവാ dQ/dA എന്നൊക്കെ എഴുതാം. ചാർജ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇവിടെ ഏറ്റവും കൂടുതൽ ചാർജസ് കാണപ്പെടുന്നത് ഏരിയ കുറഞ്ഞ സ്ഥലത്താണ്. എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ കാണുന്നത് ഷാർപ്പായിട്ടുള്ള പോയിന്റിലായിരിക്കും. ചാർജസ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത് ഷാർപ്പായിട്ടുള്ള പോയിൻറ്റഡ് ആയിട്ടുള്ള ഏരിയസിലായിരിക്കും. കാരണം അവിടെ ഏരിയ കുറവായിരിക്കും, അതുകൊണ്ട് സർഫസ് ചാർജ് ഡെൻസിറ്റി മാക്സിമം ആയിരിക്കും. അതേസമയം ഇവിടെ ഏരിയ കൂടുതലാണ്, ഈ ഭാഗത്തുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി കുറവായിരിക്കും. സോ പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണോ ഏരിയ കുറവുള്ളത്, ഷാർപ്പായിട്ടുള്ള പോയിന്റ്സ് വരുന്നത്, അവിടെയായിരിക്കും ഒരു ചാർജിൻ്റെ കണ്ടക്ടറിനകത്ത് സർഫസ് ചാർജ് ഡെൻസിറ്റി കൂടുതൽ, അല്ലെങ്കിൽ ചാർജസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ കാണപ്പെടുന്നത് അത്തരം ഏരിയസിലായിരിക്കും. അതാണ് ഈ പോയിന്റ് വ്യക്തമാക്കുന്നത്. ദ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആർ ഡിഫറെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ്സ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിൻ്റായിട്ട് പറയാൻ പോകുന്നത് 7ാമത്തെ വേണമെങ്കിൽ പറയാം. The electric field at the surface of a charged conductor എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇങ്ങോട്ട് നോക്കൂ, ഇതൊരു റെഗുലർ ഷേപ്പൊന്നുമല്ല, ഒരു ഇറഗുലർ ഷേപ്പായിട്ടുള്ള ഒരു ചാർജ്ഡ് കണ്ടക്ടറാണ്. ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്യുന്നു, ഇസ് എ ചാർജ്ഡ് കണ്ടക്ടർ. അപ്പോൾ നമുക്കിനി കാണേണ്ടത് ഈ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഗോഷ്യൻ സർഫസ് ഇവിടെ എടുക്കുകയാണ്. ഗോഷ്യൻ സർഫസിൻ്റെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. സിലിൻഡ്രിക്കൽ ഷേപ്പുള്ളൊരു ഗോഷ്യൻ സർഫസാണിത്. ഈ ഗോഷ്യൻ സർഫസിൻ്റെ കുറച്ച് ഭാഗം, ഏകദേശം പകുതി ഭാഗത്തോളം പിന്നെ നമ്മുടെ കണ്ടക്ടറിൻ്റെ ഉള്ളിലാണ്, ബാക്കി പകുതി പുറത്താണ്. അപ്പോൾ ഇതൊരു ചാർജ്ഡ് കണ്ടക്ടറാണ്. നമുക്ക് ചാർജ്ഡ് കണ്ടക്ടർ വേണമെങ്കിൽ നമുക്കിനി ചാർജസ് എപ്പോഴും നമുക്കറിയാം, എക്സസ് ചാർജ് എപ്പോഴും കിടക്കുന്നത് സർഫസിൽ മാത്രമായിരിക്കും. പോസിറ്റീവ് ചാർജാണ് ഞാനിവിടെ അസൈൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ശരി, ഇനി നമുക്ക് കാണേണ്ടത് ഈ സർഫസിലൂടെയുള്ള, അല്ലെങ്കിൽ ഗോഷ്യൻ സർഫസിലൂടെയുള്ള നെറ്റ് ഫ്ലക്സ് കാണും.
എന്താ നെറ്റ് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ? ഫൈ ഈക്വൽസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽസ് ക്യൂ ബൈ എപ്സിലോൺ 0. ഓക്കെ, ഇപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്, ഇതിലൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് ഇങ്ങനെയാണല്ലോ, ഈ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും സർഫസിൽ നോർമലായിട്ടേ വരുള്ളൂ. ഇതാണ് നമ്മുടെ ചെറിയ ഏരിയ ഡി എസ്. ആ ഡി എസിൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ട് തന്നെയാണ്, ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഡി എസിൻ്റെ ഈയുടെ ഡയറക്ഷൻ സെയിം ആണ്. ഇനി ഈ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ എന്ന് പറയുന്നത് ഈ ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന നെറ്റ് ചാർജാണ്. അത് ഈ സർഫസിലെ ചാർജ് മാത്രമേ വരൂ എന്ന് നമുക്കറിയാം. നമുക്ക് വേണമെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്താണെന്ന് പറയാം. എന്താ സർഫസ് ചാർജ് ഡെൻസിറ്റി? സിഗ്മ ഈക്വൽസ്, ഈ മൊത്തം ചാർജ് വരുന്നില്ല, ക്യൂ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സർഫസിലുള്ള മാത്രം ചാർജ് ആയതുകൊണ്ട്, ഈ ഒരു ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് ആയതുകൊണ്ട് നമുക്ക് എഴുതാം ഡി ക്യൂ ബൈ ഡി എസ്, ചാർജ് ബൈ ഏരിയ. ഡി ക്യൂ എന്ന് പറയുന്നത് മൊത്തം ഏരിയ ചാർജ് അല്ല, ഈ ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഇത്രയും ഭാഗത്തെ ചാർജാണ് ഡി ക്യൂ, അത്രയും ഭാഗത്തെ ഏരിയയാണ് ഡി എസ്. നമുക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ ഈ സർഫസിലൂടെ ഈ എന്താ പറയുക, സിലിണ്ട്രിക്കൽ സർഫസ് ഇൻറ്റീരിയർ പോർഷനിലുള്ള ഈ സിലിണ്ട്രിക്കൽ സർഫസിൽ ഫ്ലക്സ് 0 ആയിരിക്കും. പിന്നെ ഈ കർവ്ഡ് ആയിട്ടുള്ള ഭാഗം, പിന്നെ സിലിണ്ടറിന് ഈ കർവ്ഡ് ആയിട്ടുള്ള ഭാഗമായിരിക്കും, ഇതിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ഫ്ലക്സ് ഉണ്ടാവില്ല. അപ്പോൾ ഫ്ലക്സ് ഉണ്ടാവുന്ന ഇതിലൂടെ മാത്രമേ ഈ ഒരു ഓപ്പൺ എൻഡിലുള്ള ഈ ഒരു സർഫസിലൂടെ മാത്രമേ ഫ്ലക്സ് കാണൂ. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ വരും: ഇ ഇൻറ്റു ഡി എസ് ഈക്വൽസ്, എന്താണ് ഇ ഇൻറ്റു ഡി എസ്? ഇ എന്ന് പറഞ്ഞാൽ ഈ സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഡി എസ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തെ മാത്രം സർഫസ്, ഈക്വൽസ് ക്യൂ എന്നുള്ളത് ഈസ് ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഇത്രയും ഭാഗത്തെ ചാർജാണ്. അപ്പോൾ ക്യൂ എന്നുള്ള സ്ഥാനത്ത് ഡി ക്യൂ ബൈ എപ്സിലോൺ 0. എന്താണ് ഡി ക്യൂ? ഇതാ ഇതിനെ ഇങ്ങോട്ട് നമുക്ക് വേണമെങ്കിൽ വിടാം. സോ ഇ ഇൻറ്റു ഡി എസ് ഈക്വൽസ്, ഈ ഡി ക്യൂന് പകരം സിഗ്മ ഡി എസ് എന്ന് കൊടുക്കാം ബൈ എപ്സിലോൺ 0. സ്വാഭാവികമായിട്ടും ഡി എസ് ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ ഇ ഈക്വൽസ് സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ്, അതായത് സർഫസിലുള്ള ഈ ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. ഇത് നമുക്ക് പോയിൻ്റായിട്ട് നമുക്ക് പറയാം. സോ ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് സിഗ്മ ബൈ എപ്സിലോൺ 0. അടുത്ത് നമുക്ക് പറയാനുള്ളൊരു പോയിൻ്റാണ് അതേപോലെ തന്നെ 8th വണ്ണായിട്ട് പോയിൻ്റായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ പേര് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ റീജിയൻ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് വിചാരിക്കാം. വാട്ട് ആർ മേ ബി ദ ഇൻസ്ട്രുമെൻറ്റ്? ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ ഇൻസ്ട്രുമെൻ്റ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് ഈ ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻസ്ട്രുമെൻറ്റിനെ ഒരു കണ്ടക്ടറിൻ്റെ അകത്താകുന്നു. ഇപ്പോൾ ഞാനിങ്ങനെ ബ്ലാക്കൻ ചെയ്ത് ഇത് ഒരു കണ്ടക്ടറാണ്, ഇസ് എ കണ്ടക്ടർ. ഈ കണ്ടക്ടറിൻ്റെ അകത്താണ് നമ്മുടെ ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് കിടക്കുന്നത്. ഇപ്പോൾ ഞാനിതൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ കണ്ടക്ടറിൻ്റെ അകത്താണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റ് ഇപ്പോൾ സേഫാണ്, കാരണം ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. സോ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ക്യാവിറ്റി ഓർ എ കണ്ടക്ടർ, ഒരു ക്യാവിറ്റിക്കകത്ത് അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിനകത്ത്, ചാർജ് കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു പെർട്ടിക്കുലർ റീജിയനെ ഇലക്ട്രിക് ഫീൽഡിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടക്ടറിനകത്ത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മെത്തേഡ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈറ്റ്നിങ്, ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കാറിലൊക്കെ ഇരിക്കുന്നത് സേഫാണ്. പകരം നമ്മളൊരു മരത്തിൻ്റെ ചോട്ടിലോ ഒഴിഞ്ഞ സ്ഥലത്ത് മരത്തിൻ്റെ ചോട്ടിലൊക്കെ നിൽക്കുന്നത് ഡേഞ്ചറാണ്.
കാറിനകത്തിരുന്ന് കഴിഞ്ഞാൽ സേഫ് ആണെന്ന് പറയാൻ കാരണം കാർ എന്ന് പറയുന്ന ഒരു മെറ്റൽ ബോഡിയാണ്. ഇപ്പോൾ ലൈറ്റ്നിങ് ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആ ചാർജ് ഡിസ്ചാർജിങ് നടക്കുന്നത് ആ സർഫസിലൂടെ മാത്രമേ, മെറ്റൽ ബോഡിയിലൂടെ മാത്രമാണ്. അതിനകത്തിരിക്കുന്ന നമ്മൾ സേഫാണ്. കാരണം അകത്തിരിക്കുന്ന നമ്മളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. കാരണം അകത്തിരിക്കുമ്പോൾ എന്ന് പറയുന്ന ഈ കേസാണ്, കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും 0 ആയിരിക്കും. സോ ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒക്കെയാണ് ബിഹേവിയർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ചെറിയ സെക്ഷനാണത്. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. നന്നായിട്ട് ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക കാര്യങ്ങളെല്ലാം. ഓക്കെ.